നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് പ്രൊഫസർ എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ യൂണിവേഴ്സിറ്റികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്നതുമായ ചുരുക്കം ചിലരെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള ഒരു നടുക്കുന്ന സന്ദർഭങ്ങൾ ഉള്ള കഥയാണ് ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തപ്പെടാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഓരോരുത്തരും. അങ്ങനെ ഉറക്കമില്ലാതെയുള്ള കഠിനമായ പരീക്ഷാ തയ്യാറെടുപ്പിനൊടുവിൽ കിട്ടിയ അഡ്മിഷനാണ്. പ്രശസ്തമായൊരു യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ് മെർലിന് PhD അഡ്മിഷൻ കിട്ടിയത്. ഡിപ്പാർട്ട്മെൻറ്റിലെ മിടുക്കനായ ഒരു പ്രൊഫസറായിരുന്നു ഗൈഡ്. ആദ്യകാലങ്ങളിൽ ഒട്ടും പരിചിതമില്ലാത്ത സ്ഥലത്ത് ആരുമില്ലെന്ന ചിന്തയായിരുന്നു അവൾക്ക്. പ്രൊഫസറാണ് മെർലിൻ്റെ താമസവും ഭക്ഷണവും ഒക്കെ ശരിയാക്കി കൊടുത്തത്. ആദ്യ സമയങ്ങളിൽ ഹോസ്റ്റലിൽ അഡ്മിഷൻ കിട്ടുക തന്നെ പ്രയാസമാണ്. ഒരു പിതൃതുല്യമായ സ്നേഹമായിരുന്നു അദ്ദേഹം തനിക്ക് നൽകിയിരുന്നത്. മെർലിൻ വീട്ടിൽ നിന്ന് ഇത്രയും അകന്ന് നിൽക്കുന്നതും ആദ്യമായാണ്. അതുകൊണ്ട് പ്രൊഫസർ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ ആശ്വാസമായിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും കൂടെ ഉണ്ടാകും എന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഉറപ്പും തരാറുണ്ടായിരുന്നു. ഇവിടുത്തെ ഭക്ഷണം പരിചിതമല്ലാത്തതുകൊണ്ട് ആദ്യമൊക്കെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് പാചകം ചെയ്യാൻ പറ്റുമെങ്കിൽ വന്നുണ്ടാക്കി കഴിക്കുവാൻ സൗകര്യം വീട്ടിലുണ്ട് എന്നൊരിക്കൽ തന്നോട് പറഞ്ഞു. മെർലിൻ ചിരിച്ചുകൊണ്ട് അത് സ്നേഹത്തോട് നിരാകരിച്ചു. അങ്ങനെ വളരെ അനൗപചാരികമായിട്ടാണ് അദ്ദേഹം പെരുമാറിയിരുന്നത്. പല നാട്ടിൽ നിന്നുള്ളവരായിരുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ ഗവേഷണം നടത്തിയിരുന്നത്. അതുകൊണ്ട് ആരോടും വളരെ അടുത്ത ബന്ധമൊന്നും മെർലിനുണ്ടായിരുന്നില്ല. ഗവേഷണം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമേ എല്ലാവരുമായി സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആരും തമ്മിൽ ഒരു ആത്മബന്ധവും ഉണ്ടാക്കിയിരുന്നില്ല. ഇടയ്ക്ക് ഗവേഷണത്തിൻ്റെ ഡിസ്കഷനായി പ്രൊഫസർ റൂമിലേക്ക് തന്നെ വിളിച്ചിരുന്നു. പ്രൊഫസർ തന്നോടൊരു തരം സ്വാതന്ത്ര്യക്കൂടുതൽ എടുക്കുന്നത് ചിലപ്പോൾ മനസ്സിലൊരാന്തലുണ്ടാക്കി. താൻ റൂമിൽ ചെല്ലുമ്പോഴൊക്കെ പ്രൊഫസർ തൻ്റെ കൈകളിൽ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി പിടിക്കാറുണ്ട്. ആദ്യം തനിക്കത് പ്രത്യേകിച്ചൊന്നും തോന്നിയിരുന്നില്ല. പിന്നെ ആ സ്പർശം തന്നെ വല്ലാതെ അലോരസപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ പറയുന്നതൊക്കെ പേപ്പർ കറക്ഷൻസിൻ്റെ കാര്യവും പ്രസൻറ്റേഷൻ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെയാണ്. താൻ റൂമിൽ ചെന്നിരുന്ന് തലയിൽ കൈവച്ച് പലതവണ ആലോചിച്ചു. ഒടുവിലൊരു തീരുമാനത്തിലെത്തിയില്ല. പ്രൊഫസർ വേണ്ടാത്തതൊന്നും തന്നെ ചിന്തിക്കാതെ ആയിരിക്കാം, നല്ല മനസ്സോടെ ആയിരിക്കാം അതൊക്കെ പറയുന്നതും ചെയ്യുന്നതും. തനിക്ക് തന്നോട് തന്നെ പുച്ഛമായി. പിന്നെയും കുറച്ചുനാൾ പ്രശ്നമൊന്നും തോന്നിയിരുന്നില്ല. എൻ്റെ ഗവേഷണം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയി. പല പേപ്പറുകളും ഇൻ്റർനാഷണൽ ജേർണലുകളും ഒക്കെ പ്രസിദ്ധീകരിച്ചു വന്നു. പ്രൊഫസർ തന്നെ വാനോളം പുകഴ്ത്തി മറ്റുള്ളവരോടും സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം പ്രൊഫസർ ലൈബ്രറിയിൽ ഇരുന്ന തന്നെ റൂമിൽ ചെല്ലാൻ ആളയച്ചു വിളിപ്പിച്ചു. എന്തോ നെഞ്ചിൽ പതിവിൽ കൂടുതൽ ഒരു മിടിപ്പ് തോന്നി. ധൈര്യം സംഭരിച്ച് റൂമിൽ ചെന്നു. പ്രൊഫസർ സന്തോഷത്തോട് പറഞ്ഞു, കൺഗ്രാജുലേഷൻസ്, തനിക്കൊരു പേപ്പർ പ്രസൻറ്റേഷന് ജർമ്മനിയിൽ പോകാനൊരു നല്ല അവസരം വന്നിട്ടുണ്ട്. ഇത് വളരെ നല്ല ഒരു അവസരമാണ്. അവിടെ തന്നെ തനിക്ക് PDF അവസരം കിട്ടാൻ വളരെ സാധ്യതയുണ്ട്. താൻ എന്തു പറയണമെന്നറിയാതെ പതുക്കെ തലയാട്ടി. അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ? പ്രൊഫസർ ചോദിച്ചു. മെർലിൻ യാന്ത്രികമായി വീണ്ടും തലയാട്ടി. പ്രൊഫസറുടെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തല ചുറ്റുന്നത് പോലെ തോന്നി. എന്തോ അകാരണമായ ഭയം മനസ്സിനെയും ശരീരത്തെയും ബാധിച്ച പോലെ. നേരെ ഹോസ്റ്റലിൽ വന്ന് കട്ടിലിൽ കിടന്നു. ആരോടെങ്കിലും പറയാനോ ചോദിക്കാനോ പറ്റാത്ത അവസ്ഥ. വീട്ടിലിതൊന്നും പറയാനുള്ള ധൈര്യവും തനിക്കില്ല. ദൂരെ ഇരുന്ന് അവരും വേവലാതിപ്പെടുമെന്നോർത്ത് വിഷമിച്ചു. ഹംബോൾട്ട് യൂണിവേഴ്സിറ്റി ഓഫ് മെർലിൻ എന്ന ആ യൂണിവേഴ്സിറ്റിയിലാണ് പേപ്പർ പ്രസൻറ്റേഷൻ നടക്കുന്നത്. ഒരാഴ്ച നടക്കുന്ന വലിയ പ്രസൻറ്റേഷൻ സെമിനാറാണത്. പല രാജ്യത്തു നിന്നും ശാസ്ത്രജ്ഞന്മാർ വരുന്നുണ്ട്. എന്തായാലും പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യണം. പ്രൊഫസർ ഫോണിൽ വിളിച്ചു പറഞ്ഞു. പേപ്പറിൽ കറക്ഷൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. ടിക്കറ്റും സ്റ്റേയും ഒക്കെ അറേഞ്ച് ചെയ്യാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് മെർലിൻ. അടുത്ത ആഴ്ച പോകാൻ തയ്യാറാകണം കേട്ടോ, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആകെ എന്തോ ഒരു പന്തികേടും ഭയവും തൻ്റെ ഉള്ളിൽ തോന്നി. പെട്ടെന്നാണ് ഇളയപ്പൻ്റെ മകളും കുടുംബവും ബെർലിനിലുള്ള കാര്യം ഓർത്തെടുത്തത്. വേഗം കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റു. മുഖം കഴുകി. ചേച്ചിയുടെ മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചു. ഫ്രീ ആണോ ചേച്ചി? ഒരു അത്യാവശ്യ കാര്യം സംസാരിക്കാനാണ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചേച്ചി തിരിച്ചു വിളിച്ചു. താൻ ആദ്യം എന്തു പറയുമെന്ന് ഒരു നിമിഷം ആലോചിച്ചു.
പിന്നെ ധൈര്യം സംഭരിച്ച് മനസ്സ് തുറന്ന് എല്ലാം പറഞ്ഞു. ഇതൊക്കെ എൻ്റെ പേടി കൊണ്ടാണോ എന്നും അറിയില്ല കേട്ടോ ചേച്ചി. അവസാനം ആയപ്പോഴേക്കും മെർലിൻ വിതുമ്പിപ്പോയി. നീ ഒന്നും വിഷമിക്കേണ്ട മോളെ, നീ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ഞങ്ങൾ അവിടെ ഉണ്ടാകും. ഇപ്പോൾ നീ അയാളോട് ഇതേപ്പറ്റി ഒന്നും പറയണ്ട, ചേച്ചി പറഞ്ഞു. അങ്ങനെ സെമിനാറിനായി ഞങ്ങൾ യാത്ര തിരിച്ചു. അടുത്തടുത്ത സീറ്റുകളായിരുന്നു ഞങ്ങളുടേത്. വലിയ കരുതലയോടെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. സംസാരിക്കാൻ തുടങ്ങിയാൽ എന്തൊക്കെയോ പറഞ്ഞ് കാട് കയറി പോകുന്നത് പോലെ തോന്നിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ കൈകൾ അയാൾ സ്വന്തം കൈകളോട് ചേർത്ത് പിടിച്ചു. മെർലിൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ഒന്നും ഓർക്കാൻ വയ്യ. എന്തിനു പറയുന്നു, വല്ല വിധേനയും ദുബായ് ട്രാൻസിറ്റും കഴിഞ്ഞ് നീണ്ട യാത്രയ്ക്ക് ശേഷം ബെർലിൻ എയർപോർട്ടിലെത്തി. എൻ്റെ കണ്ണുകൾ അവിടെ എല്ലാം ചേച്ചിയും ചേട്ടനെയും തിരയുകയായിരുന്നു. മനസ്സ് താളമില്ലാതെ മിടിക്കാൻ തുടങ്ങി. ഹോട്ടലിലേക്ക് പോകാൻ ടാക്സി എത്തുന്നിടത്തോളം പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ചേട്ടനും ചേച്ചിയും എന്നെ കണ്ടു. മെർലിൻ എന്ന് വിളിച്ചുകൊണ്ട് അവർ അടുത്തേക്ക് ഓടി വന്നു. എന്നെ ആലിംഗനം ചെയ്തു. പ്രൊഫസർ ഞെട്ടിപ്പോയി. മെർലിൻ അവരെ പ്രൊഫസർക്ക് പരിചയപ്പെടുത്തി. പ്രൊഫസറോട് മെർലിനെ അവർ കൂട്ടിക്കൊണ്ടു പോവുകയാണെന്ന് പറഞ്ഞതും, അയ്യോ, പേപ്പർ അവസാനമായുള്ള കറക്ഷൻസൊക്കെ ഉണ്ട്, അത് ശരിയാവില്ല. പക്ഷേ അവർ നിർബന്ധം പിടിച്ചു. രാവിലെ തന്നെ എത്തിച്ചേക്കാം സർ എന്ന് പറഞ്ഞ ചേച്ചി എന്നെയും കൂട്ടി അവരുടെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്യുന്ന വെന്യൂവിൽ ചേച്ചിയും കൂടെ എത്തി. പ്രൊഫസർ എന്നെ കണ്ട മട്ട് കാണിച്ചില്ല. മെർലിൻ എന്തോ ചോദിച്ചിട്ടും അദ്ദേഹം ഒരു മൈൻഡും കാണിച്ചില്ല. വെന്യൂവിൽ മെർലിൻ്റെ പേര് വിളിച്ചപ്പോൾ താൻ പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്തു. ഡിബേറ്റ് ടൈമിൽ പ്രൊഫസർ തന്നെ മനഃപൂർവ്വം കുഴയ്ക്കുന്ന കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതോടെ പ്രൊഫസറുടെ മട്ട് മാറിയെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിയുടെ ഹസ്ബൻഡ് പ്രൊഫസറെ വിളിച്ച് മെർലിൻ്റെ ടിക്കറ്റ് ഒരാഴ്ചത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ ചോദിച്ചു. ഒരുമിച്ചെടുത്ത ടിക്കറ്റ് ആയതുകൊണ്ട് സാധിക്കുമോ എന്നറിയില്ല എന്ന് അയാൾ പറഞ്ഞു. ഏതായാലും അയാളുടെ കൂടെ തിരിച്ചു പോകണ്ട എന്ന് തീരുമാനിച്ച് ചേട്ടൻ എനിക്ക് വേറെ ടിക്കറ്റ് എടുത്തു. വീണ്ടും നാട്ടിൽ വന്ന് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തെ എങ്ങനെ കാണുമെന്നോർത്ത് മെർലിൻ പേടിച്ചു വിറച്ചു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹം മുഖം തന്നില്ല. എത്ര ശ്രമിച്ചിട്ടും അയാൾ തിരക്കിലാണെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. തന്നെ കാണാൻ സമ്മതിച്ചില്ല. തൻ്റെ റിസർച്ച് മിക്കവാറും അവസാനിച്ചു എന്ന കണക്കുകൂട്ടലായിരുന്നു തനിക്ക്. എന്ത് ചെയ്യണമെന്നറിയാതെ മെർലിൻ വിഷമിച്ചു. കൂടെ ഉള്ളവരോട് ആരോടും ഒന്നും പറയാൻ പറ്റില്ല. ആരാണ് ശത്രു, ആരാണ് മിത്രം എന്നറിയാത്ത അവസ്ഥയാണ് ഇവിടെയൊക്കെ. പെട്ടെന്നാണ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസറിന് എതിരെ ഒരു ലൈംഗികാതിക്രമ പരാതി ഉയർത്തി വിദ്യാർത്ഥികൾ സമരം ചെയ്യാൻ തുടങ്ങിയത്. ഇതുതന്നെയാണ് എൻ്റെ അവസരം, മനസ്സ് മന്ത്രിച്ചു. മെർലിൻ ഈ തക്കത്തിന് ധൈര്യം അവലംബിച്ച് പ്രൊഫസറെ നേരിട്ട് റൂമിൽ പോയി കണ്ടു. അപ്രതീക്ഷിതമായി അയാൾ വളരെ സൗമ്യതയോടെ വിവരങ്ങൾ അന്വേഷിച്ചു. മെർലിൻ തൻ്റെ വർക്കും പബ്ലിഷ് ചെയ്ത പേപ്പേഴ്സും പേപ്പർ പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസും ഒക്കെ അദ്ദേഹത്തെ കാണിച്ചു. തനിക്ക് തീസിസ് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്തോ പേടി പിടിച്ചതുപോലെ അയാൾ എല്ലാത്തിനും സമ്മതം മൂളി. ഒടുവിൽ അന്ന് യൂണിവേഴ്സിറ്റിയിലുണ്ടായ ആ മീറ്റു പേടിച്ച് പ്രൊഫസർ തൻ്റെ തീസിസ് ഒപ്പിട്ടു. അങ്ങനെ ഭാഗ്യവശാൽ ഞാനിന്ന് PhD നേടി. ഇന്ന് കാലങ്ങൾ പിന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ബെർലിനിലെ പ്രസിദ്ധമായ HU യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ PDF എടുക്കുവാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് ഭാഗ്യം തന്നെ. നിരവധി പേറ്റൻറ്റുകൾ ഞാൻ സ്വന്തമാക്കി. പ്രൊഫസറായി ഡോക്ടർ മെർലിൻ ജോലി ചെയ്യുകയാണ്. ആ പഴയ പ്രൊഫസറെ ഇന്ന് ഞാൻ ഓർക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അയാളോട് സഹതാപം തോന്നുന്നു. കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. കഥ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.